സ്കൂളിൻ്റെ സ്കൂൾ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ യൂണിവേഴ്സിറ്റിയും ഒക്കെ പഠന കേന്ദ്രം മൊത്തത്തിൽ ഈ പറഞ്ഞ മാതിരി ജൂൺ ജൂലൈ മാസം അടയ്ക്കണം. അത് നല്ല കാര്യമാണ്. കാരണം എന്നാൽ ഒന്നാമത് വർഷകാലത്തിൻ്റെ പ്രശ്നവും അതാത് പ്രദേശത്തുള്ള മഴവെള്ളച്ചാട്ടത്തിൻ്റെ പ്രശ്നവും വാഹനത്തിൻ്റെ പ്രശ്നവും ഇതൊക്കെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് പോകുന്നവർക്കും അതിനോടനുബന്ധിച്ച് പോകുന്ന ജോലിക്കാർക്കും വളരെ ബാധകമായി ശാരീരികമായി മാനസികമായും പ്രശ്നങ്ങൾ ഉദിക്കുന്ന ഒരു സംവിധാനം ആണത്. അതിനാൽ അത് ജൂൺ ജൂലൈ നിർബന്ധമായി അടച്ചിട്ട് മാർച്ച് ഏപ്രിൽ മെയ് ആ മാസം തുറന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും കുട്ടികൾക്കും അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കും നന്നാകുക. എന്നാൽ അതിനോടനുബന്ധിച്ച് കേരളം ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ആരില്ല, പ്രൈവറ്റ് ബസ് സർവീസില്ല. കാരണം എന്താണോ, ഇവർ തനി കഴുതകളെ സ്വഭാവമാണ് കാണിക്കുന്നത്. ചില ബസ്സിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ കൊല്ലാൻ കൊണ്ടുപോകണ മാതിരിയാണ് ഡ്രൈവർ, കണ്ടക്ടർ, അതിന് ബാക്കിൽ ബെല്ലടിക്കണതിൻ്റെയൊക്കെ പ്രത്യേക ഘടക. അവറ്റകൾ എന്താ പറയുക, പന്നീൻ്റെ മക്കളെ. ബസ്സിൻ്റെ അകത്ത് കയറി പിടിക്കാൻ സമയം കിട്ടില്ല. പണ്ടാരടിക്കണ മാതിരി കയറുന്നില്ല. അതേമാതിരി തന്നെ ഇറങ്ങി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ രീതിയിൽ എല്ലാവരും ഒരേ പ്രായത്തിലുള്ള ആൾക്കാരാവോ ബസ്സിൻ്റെ അകത്ത് കയറുന്നവരും ഇറങ്ങുന്നവരും. അതൊന്നും മൈൻഡ് ചെയ്യാതെ തെണ്ടിത്തരം പറയുന്ന ക്ലീനർമാരാണ് സർവ ബസ്സിലെ ഈ പ്രൈവറ്റ് ബസ്സിലെ ആൾക്കാർ. അതുകൊണ്ട് ആ ബസ് സർവീസ് പൂർണ്ണമായി നിരോധിച്ചിട്ട് മിനിമം 200 കിലോമീറ്റർ റൺവേ ഉള്ള ബസ്സിന് പെർമിറ്റ് കൊടുത്താൽ മതി ഈ പ്രൈവറ്റ് ബസ്സുകാർക്ക്. ബാക്കി ബസ് സർവീസ് മുഴുവനും കേരളത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ബസ്സാക്കി മാറ്റണം. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത്, 2 ടക്കറുള്ള ബസ് കണ്ടില്ല നിങ്ങൾ? ബാംഗ്ലൂർ, ബോംബെ, മദ്രാസൊക്കെ എന്ന് പറഞ്ഞാൽ ഡബിൾ ടക്കറാണ്. അതും ഗവൺമെൻറ് സർവീസാണ് നടത്തുന്നത്. ഒരു പ്രശ്നമില്ല. അവിടെ മാന്യമായ രീതിയിൽ തൊഴിൽ ചെയ്യാനും സംവിധാനമൊക്കെ ഉണ്ട്. അതേമാതിരി ടിക്കറ്റ് എടുത്ത് കൃത്യമായി യാത്ര ചെയ്യാത്തവരെ പിടിക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ട്. അത് കണ്ടക്ടർ ബാധ്യതയല്ല. കണ്ടക്ടർ യാത്രക്കാരെ കയറി കഴിഞ്ഞാൽ ടിക്കറ്റ് കൊടുക്കും. ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ടിക്കറ്റിൻ്റെ പീസായിട്ട് താഴത്തേക്ക് ഇറങ്ങി വരുന്ന യാത്രക്കാരെ പിടിക്കാൻ അവിടെ അതിൻ്റെ വേറെ സെക്യൂരിറ്റിക്കാരുണ്ട്. അത്തരത്തിലുള്ളൊരു സംവിധാനം കേരളത്തിൽ നടപ്പിൽ വരുത്താൻ കേരള ഗവൺമെൻറ്റിന് കഴിയില്ല. കാരണം എന്താ, നാറികൾ ഭരിക്കുന്ന നാടാണ് കേരളം. അതുകൊണ്ട് നാറിത്തരം മാത്രമേ കേരളത്തിൽ നടക്കൂ എന്നുള്ളത് വളരെ സത്യസന്ധമായ കാര്യമാണ് എന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്.